സോ വൈസ് ഇപ്പോൾ കോളേജ് കഴിഞ്ഞു, പിന്നെ നമുക്ക് നേരെ വീട്ടിൽ പോകണം. ഞാൻ പോണ വഴി നമുക്കിനി മുടിയും വെട്ടണം, അതൊന്നും സെറ്റാക്കാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. സോ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ KSRTC വന്നു. അപ്പോൾ നേരെ ചാടിക്കറി ആൻഡ് അവിടെ നമ്മൾ നേരെ ആലുവയിൽ നിന്ന് പിന്നെ നമ്മൾ അത്താണിക്കയിൽ നിന്ന് നേരെ വണ്ടി എടുത്ത് നമ്മൾ നേരെ മുടി വെട്ടാം. സോ ഇതേ നമ്മൾ അവിടെ കണ്ട് അവിടെ നേരെ വണ്ടി എടുത്ത് ഇനി നമ്മൾ മുടി വെട്ട് കഴിക്കും. മുടി വെട്ടുകടെ എത്തി ആൻഡ് അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ആകെ ഒരാളും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അടുത്തേക്ക് കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി കയറി. ഇതാണ് ഇപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ. ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ ഇങ്ങനെ ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ നേരെ അടുത്ത് മുടി വെട്ടാൻ അങ്ങനെ നമ്മൾ നമ്മുടെ മുടി വെട്ടി. പക്ഷേ മുടി കണ്ടിട്ട് വെട്ടി പോയൊന്നുമില്ല സത്യം പറഞ്ഞേ. എന്നാലും നമ്മളങ്ങനെ മുടി വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ വീട്ടിൽ പോകണം. അമ്മയുടെ വായുള്ള മൊത്തം കേൾക്കേണ്ടി വരുന്ന പോലെ എനിക്ക്. നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്താൻ പോണേ. വീട്ടിലേക്ക് അമ്മ എന്ത് പറയുന്നു തമ്പുരാൻ അറിയാം. അങ്ങനെ ഇപ്പൊ ഓക്കെയാ? കുഴപ്പമില്ല. ഇല്ല കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മുടി വെട്ടി ഇപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ എത്തി. സോ വീട്ടിലങ്ങനെ വലിയ ഇഷ്യൂ ഇല്ല. സാധാരണ മുടി വെട്ടി കഴിഞ്ഞാൽ കഴുത്തിനായിട്ട്. പക്ഷേ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, വെട്ടിയത് കമ്പയർ ടു പണ്ടത്തെ പോലത്തേക്കാളും ഇത് ബെറ്റർ ആണെന്ന് അർത്ഥം. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അടുത്തൊരു പരിപാടിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.